പെൺകുട്ടികൾ ഇപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് പൊതുവായിട്ടുള്ളൊരു സർവേ. ഈ അറേഞ്ച് മാരേജസ് എന്നുള്ള സംഭവം ആദ്യം പൊളിക്കണം എന്നാണ്. ലെസ്ബിയൻസും ഹോമോസെക്ഷൽസും ഉണ്ട്. അവർ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് ആണ് തന്നെ മതി, പെണ്ണ് വേണ്ട എന്നാണ്. പെണ്ണ് കറിയുന്നു പെണ്ണ് മതി. അതും എന്താണ്ടാ നമുക്ക് അംഗീകരിച്ചുകൂടാ. നമസ്കാരം, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഭാരതക്ഷമേ നിന്റെ പെൺമക്കൾ അടുക്കളക്കാരികൾ, വീടാം കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ, നരന് ഗർഭാധാന പാത്രങ്ങൾ, ആജന്മാന്ത്രം പശുപ്പായകൾ അപലകൾ എന്ന് ഭാരതത്തിലെ വനിതകളെക്കുറിച്ച് അവഹേളിച്ച് പറഞ്ഞത് ഒരു ഇന്ത്യക്കാരിയല്ല, അമേരിക്കക്കാരിയായ വനിത കവയത്രി മിസ് മേയോ. അത് പണ്ടാണ്, വളരെ പണ്ട്. അന്ന് അതൊരു അവഹേളനമായിരുന്നെങ്കിലും യാഥാർത്ഥ്യമായിരുന്നു. നമ്മുടെ സ്ത്രീകൾ അബലകളും ചബലകളും വീടാൻ കൂട്ടിൽ കുടുങ്ങുന്ന തത്തമ്മകളും ആയിരുന്നു. എന്നാൽ ഇന്ന് അത് പാടെ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ വിവാഹം കഴിക്കാനും ഗർഭം ധരിക്കാനുമൊക്കെ മടിക്കുന്ന ഒരു പെൺ തലമുറ ഇവിടെ വളർന്നു വരികയാണ്. എന്താണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വന്ന മാറ്റം? ഇതേക്കുറിച്ച് പറയുന്നത് ഞാനല്ല, അത് പറയാൻ തീർത്തും യോഗ്യയായ ഒരു വനിത, സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായ വനിത. ഒരു കാലത്ത് ആ പേര് കേട്ടാൽ തന്നെ അഴിമതിക്കാരായ പോലീസുകാരും അക്രമികളായ പണച്ചാക്കുകളും ഞെട്ടി വിറച്ചിരുന്ന വനിത കെ അജിത. പ്രണയം എന്ന് പറയുന്നത് പെണ്ണിനെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് മാറിയിട്ടുണ്ട്. ആവശ്യത്തിന് ചൂഷണം ചെയ്തിട്ട് പിന്നെ പറയും വേണ്ട. പെണ്ണാണ് ആകെ അതിൽ കുടുങ്ങിപ്പോകുന്നത്, ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നതിൻ്റെ. സ്ത്രീധനത്തിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തമായിട്ട് ആവശ്യമാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. യുവജനങ്ങളിടയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെൺകുട്ടികൾ ഇപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് പൊതുവായിട്ടുള്ളൊരു സർവേ, അല്ലേ? അവർ പറയുന്നത് എനിക്ക് ജോലി കിട്ടിയിട്ടൊക്കെ കല്യാണം കഴിച്ചാൽ മതി, സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കുന്നില്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറയുന്ന പെൺകുട്ടികളിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് മതി, ഇപ്പോൾ പെട്ടെന്ന് കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നാളേ. അപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ എൻ്റെ പഠിപ്പ് തീർന്നോട്ടെ, മറ്റ് പഠിക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്കല്ലേ നല്ല അസല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഒരുപാട് വീട്ടമ്മമാർ. അവരെ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കൂല, കുട്ടികളെ നോക്കിയാൽ മതി. കുട്ടികളെ നോക്കാനൊക്കെ സംവിധാനങ്ങൾ വേറെ ഉണ്ടാക്കാമല്ലോ. ഇപ്പോഴും എല്ലാവരും ജോലിക്ക് പോകുന്നില്ലേ? ജോലിക്ക് പോകുന്നവരെ കുട്ടികളൊന്നും വളരുന്നില്ലേ? അവരൊക്കെ ജീവിക്കുന്നില്ലേ? അതിനൊക്കെ സംവിധാനങ്ങൾ വേറെ ഉണ്ടാക്കുക. നമ്മൾ തീരുമാനം എടുത്താൽ നമ്മൾ നടപ്പിലാക്കാൻ പറ്റണ്ടേ? അതിൽ ഈ പുരുഷൻ്റെ ഫാമിലിയും ഒരുപോലെ പങ്കെടുക്കണം. ഞങ്ങൾക്ക് ജോലിയില്ലാത്ത പെണ്ണിനെ വേണ്ടാന്ന് എന്തുകൊണ്ടൊരു പുരുഷനെ തീരുമാനിക്കാൻ പറ്റുന്നില്ല? സ്ത്രീധനം എന്നുള്ള സംഭവം ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറയുന്നത് എന്താ അറിയോ, എൻ്റെ ഇതിൽ ഈ അറേഞ്ച് മാരേജസ് എന്നുള്ള സംഭവം ആദ്യം പൊളിക്കണം എന്നാണ്. ജാതികളുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള അറേഞ്ച് മാരേജസ്. കുട്ടികൾ തന്നെ അവരുടെ ഇണകളെ കണ്ടെത്തട്ടെ. അത് കണ്ടെത്തിയ ഉടനെ തന്നെ കല്യാണം കഴിച്ചൊന്നും കൊടുക്കണ്ട. കുറച്ച് കാലം അവരൊന്നിച്ച് ജീവിച്ചിട്ട് ഒന്നിച്ച് പോകാൻ പറ്റുമെന്ന് നോക്കിയിട്ട് കല്യാണം കഴിച്ചെടുത്താൽ മതി. തിരക്കൊന്നുമില്ല. കല്യാണം കഴിക്കുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവർക്ക് ജോലിയും വേണ്ടി വരും. അവർ കുറച്ച് കാലം സ്വന്തം വേണേനെ പഠിക്കും, അല്ലേ? ഇത് അച്ഛനമ്മമാർ അവർ ഫാമിലി നോക്കിയിട്ടാണല്ലോ. ഒരേ ഉയർന്ന ജാതി, ഉയർന്ന മതം, അതായത് സമ്പത്തും ജാതി മതങ്ങളും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതും ഈ വിവാഹകാര്യങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ, അത് തന്നെയാണ് പൊളിക്കേണ്ടത്. അറേഞ്ച് മാരേജസ് എന്നുള്ളത് എന്തുകൊണ്ട് മോശമാകുന്നു? അറേഞ്ച് മാരേജസ് മോശമാകുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അറേഞ്ച് മാരേജ് പാരൻസിൻ്റെ താല്പര്യം, പാരൻസ് പഴയ ചിന്താഗതിക്കാരാണ്. പെൺകുട്ടിക്ക് പല താല്പര്യങ്ങളുണ്ടാവും. അവൾക്ക് അവളുടേതായിട്ടുള്ള പല അസേഷൻസും വേണ്ടി വരും. അവളുടെ പല കഴിവുകളും വികസിപ്പിക്കണം എന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടാവും. അത് കണ്ടെത്താൻ പാരൻസിന് കഴിയുന്നില്ല. പലപ്പോഴും വളരെ പോസസീവായിട്ട് ഇത്രയും വയസ്സായ കല്യാണം കഴിച്ചേ പറ്റൂ, അതൊക്കെ പൊട്ടിച്ചെറിയാൻ പെൺകുട്ടികളിപ്പം തയ്യാറായി വരുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ 18 വയസ്സ് തന്നെ കല്യാണം കഴിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെണ്ണിനാണെങ്കിൽ 21 വയസ്സ് വരെ നമ്മളെ ഭരണഘടന പ്രകാരം, സത്യം പറഞ്ഞാൽ 20-21 ആയാലേ പക്വതയൊക്കെ വരുള്ളൂ, ആണിനായാലും പെണ്ണിനായാലും. ഈ പ്രായത്തിൽ കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആര് വേണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും, അല്ലേ? ഇപ്പോൾ ഹോമോജീൻ ഇവർക്ക്
ഇവർ ലെസ്ബിയൻസും ഹോമോസെക്ഷൽസും ഉണ്ട്. അവർ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് ആണ് തന്നെ മതി, പെണ്ണ് വേണ്ട എന്നാണ്, പെണ്ണ് കറിയുന്നു പെണ്ണ് മതി. അതും എന്താണ് നമുക്ക് അംഗീകരിച്ചുകൂടാ? അവർക്ക് ആരുടെയും കൂടെ ജീവിച്ചാൽ പോരെ. കുട്ടികളുണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അതിലവർ ഉന്നയിക്കപ്പെടുക. അപ്പോൾ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഉദ്ദേശം അത് മാത്രമാണോ? അങ്ങനെ പല ചോദ്യങ്ങളും. ഇപ്പോൾ ഞാൻ പറയുന്നത് ഫാമിലി, ഇന്നത്തെ രൂപത്തിലുള്ള ഫാമിലി വളരെ ഓപ്രസീവാണ്. അറേഞ്ച് മാരേജസിലൂടെ ഉണ്ടായിട്ടുള്ള ഫാമിലികൾ, അതിലുള്ള ബന്ധങ്ങൾ സ്ത്രീകൾക്ക് വളരെയധികം റിട്രോഗ്രസീവാണ്. സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. സ്ത്രീകൾക്ക് കുറേ കൂടി സ്ത്രീ പുരുഷ തുല്യത ഉറപ്പുവരുത്തുന്ന, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അന്യോന്യം ബഹുമാനം പുലർത്തുന്ന, അന്യോന്യം സ്നേഹിക്കുന്ന, ഇപ്പം എന്നും തല്ലുകൂടുന്ന വീട്ടിൽ കഴിയുന്ന കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും? കുട്ടികളുടെ ഒരു ഹെൽത്തി മാനസികാവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികളാണ് പിന്നീട് ക്രിമിനൽസ് ആവുന്നത്. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുടുംബത്തിനകത്ത് തുല്യത ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നതിൽ തുല്യത വേണം. ഇപ്പം ചില വീടുകളിൽ എനിക്കറിയാം, ഇപ്പോൾ പെണ്ണ് പണിയും എടുത്തുകൊണ്ട് വരും, ജോലിയെടുത്ത് ശമ്പളവും കൊണ്ടുവരും, വീട്ടിൽ വന്ന് പണി എല്ലാ വീട്ടുപണിയും എടുക്കും. എന്നാലും ആണ് കാല് നീട്ടിയിരിക്കുന്നുണ്ടാവും, അവന് പണിയില്ല. അവന് എന്നാലും കുടുംബനാഥന, അവൻ പറഞ്ഞതാണ് എല്ലാവരും അനുസരിക്കേണ്ടത് എന്നുള്ളതാണ്. പ്രായോഗികമായിട്ടുള്ള ധാരണ മുഴുവൻ ഉണ്ടാവുക ഈ സ്ത്രീക്കായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് സ്ത്രീ പുരുഷ തുല്യതയും സ്ത്രീ പുരുഷ പരസ്പര ബഹുമാനവും സ്നേഹവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഇന്നത്തെ അറേഞ്ച് മാരേജസിൽ ഉണ്ടാവാൻ വളരെ പ്രയാസമാണ്. ആ അറേഞ്ച് മാരേജസിൻ്റെ ആ ഘടന തന്നെ മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാമ്പത്തിക ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ള ബന്ധങ്ങളാണ് ഇതൊക്കെ. അതാണല്ലോ കല്യാണം കഴിഞ്ഞ ഉടനെ പൊന്ന് വാങ്ങി വെച്ച് പിന്നെ അതുകൊണ്ട് ഈ ബിസിനസ്സിലിട്ട് അല്ലെങ്കിൽ വീട് വെച്ച്, വീട് വെക്കുമ്പോൾ അയാളെ പേരിൽ ഇടുകയുള്ളൂ, പേര് അയാളുടെ ഇടുകയുള്ളൂ, അങ്ങനെയൊക്കെ.